അപ്പം 2026 ഒരു ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 350 എടുത്തു കഴിഞ്ഞാൽ കാർബറേറ്റർ ഇഷ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ E20 പെട്രോൾ വന്നേ പിന്നെ ഈ കാർബറേറ്റർ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. മോട്ടോ ക്യാപ്ചേഴ്സ് ബജീദ് എന്ന് പറഞ്ഞ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കാറായിട്ടല്ല, ഇതൊരു ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 350 ആയിട്ടാണ്. ഇത് ഞാൻ എടുത്തിട്ടിപ്പോൾ ഒരു ഏകദേശം ഒരാഴ്ചയോളം ആയിട്ടുണ്ട്. വണ്ടി ഇപ്പം ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തതാണ്. അപ്പം ഈ ബുള്ളറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ മെയിനായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡൗട്ടും കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം 2026 ഒരു ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 350 എടുത്തു കഴിഞ്ഞാൽ കാർബറേറ്റർ ഇഷ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ E20 പെട്രോൾ വന്നേ പിന്നെ ഈ കാർബറേറ്റർ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വള്ളിയാകുമോ എന്നുള്ളതാണ് എല്ലാവർക്കും പേടി എടുക്കാൻ തന്നെ. അപ്പോൾ ഈ ബുള്ളറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആഗ്രഹമാണ്, ആഗ്രഹത്തിന് പുറത്തെടുത്തതാണ്. അപ്പോൾ ഈ E20 പെട്രോളിൽ ചെറിയ പ്രശ്നമുണ്ട് കാർബറേറ്ററിന്. മെയിനായിട്ടും വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്രോൾ കൂടുതൽ വന്ന് കാർബറേറ്ററെ അടിഞ്ഞുകൂടി കാർബറേറ്ററിൽ മിസ്സിങ് ആണ് മെയിൻ വിഷയം. പിന്നെ കാർബറേറ്റർ മൊത്തത്തിൽ മാറ്റി വെച്ച് E20 കാർബറേറ്റർ വെക്കണം. അപ്പോൾ E20 കാർബറിൻ്റെ വില ഏകദേശം റോയൽ എൻഫീൽഡ് 14,000 രൂപ 5,000 രൂപ ആ റേഞ്ചിലൊക്കെ പോകും. നിലവിലിപ്പോൾ E20 കാർബറേറ്റർ അല്ല, നോർമൽ കാർബറേറ്റർ തന്നെ വണ്ടി ഓടുന്നത്. മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്സിങ് കാര്യങ്ങളുണ്ട്. അത് ഈ മഴ പെയ്ത് ഒത്തിരി ഓടിക്കുമ്പോഴത്തേനും മാത്രമേ ഉള്ളൂ മിസ്സിങ് കാര്യങ്ങളും. ഞാനിപ്പോൾ എടുത്തിട്ട് ഒരാഴ്ചയോളം മഴയത്ത് തന്നെ എല്ലാ ദിവസവും വണ്ടി ഓടുന്നു. ഇന്നാണ് പിന്നെ ഇച്ചിരി വെളിച്ചമുള്ളത്. ഇതെന്ന് പറയുമ്പോൾ 2019 ABS ഡിസ്ക് വരുന്ന വേരിയൻ്റാണ്. ഇതിൻ്റെ ABS ഡിസ്ക് വരുന്ന പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷൻ തന്നെ ആയിരിക്കുന്നത്. ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ നിന്നാണ് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം ആയിട്ടുണ്ട്. വണ്ടിയുടെ ടാങ്കും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. തുരുമ്പും കാര്യങ്ങളൊന്നും നിലവിലില്ല. വണ്ടി ഓടിക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,000 കിലോമീറ്ററിലാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ 23,500 ആയിട്ടുണ്ട് ഏകദേശം കിലോമീറ്റർ. ഇതെന്ന് പറയുകയാണെങ്കിൽ 2019 വണ്ടിക്ക് നോക്കുവാണെങ്കിൽ ABS ഫ്യൂവൽ ഇൻഡിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ. മറ്റേ ആമ്പിൻ്റെ ചിഹ്നവും കാര്യങ്ങളൊന്നുമില്ല. ആ മീറ്റർ മാറിയപ്പം ABSൻ്റെ ചിഹ്നവും ഫ്യൂവൽ ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ നോർമൽ ബുള്ളറ്റിൽ കാണുന്ന സ്വിച്ചസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ നോർമൽ സ്റ്റോക്ക് വണ്ടിയാണ്. ഇപ്പോൾ എക്സോസ്റ്റ് നോക്കുവാണെങ്കിൽ തന്നെ എക്സോസ്റ്റ് ഞാൻ മാറ്റിയിട്ടില്ല. നോർമൽ കമ്പനി എക്സോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത്. മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ എക്സോസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ അന്യ പറ്റിയ 10,000, 6,000, 5,000 ഒക്കെയാണ് വെറ്റി ഒറ്റയടിക്ക് കിട്ടുന്നത്. അപ്പോൾ 1,000 രൂപയുടെ എക്സോസ്റ്റ് മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ 5,000 രൂപ കൊടുക്കുന്നത് ഭയങ്കര നഷ്ടക്കളിയാണ്. അതുകൊണ്ട് ഇപ്പം നിലവിൽ എക്സോസ്റ്റ് എന്ന് പറയാൻ ഞാൻ എന്തായാലും ഒരു ഐഡിയ ഇല്ല. വണ്ടിയുടെ എഞ്ചിൻ സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ വണ്ടി ഫുള്ള് പോളിഷും ബഫിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് വണ്ടി ഇറക്കിയത് തന്നെ. മെയിനായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്ററും ഫിൽറ്റർ ഇഷ്യൂ, അതാണ് മെയിൻ വിഷയം. അപ്പോൾ നിലവിൽ മിസ്സിങ് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്തപ്പോഴും പറഞ്ഞാൽ അവിടെയും മിസ്സിങ് കാര്യങ്ങളൊന്നും ഇല്ല. മെയിൻ ഒരൊറ്റ പരിപാടി തന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ മെയിൻ എപ്പോഴും ഓഫാക്കി ഇടുക. വണ്ടി മെയിനിലിട്ട് ഓടിച്ചിട്ട് വണ്ടി ഓഫാക്കാൻ നേരത്തെ എപ്പോഴും പെട്രോൾ ഓഫാക്കി ഇടുക. ആവശ്യമുള്ളവ മാത്രം വണ്ടി എടുക്കാൻ നേരത്ത് മാത്രം മെയിനിലോട്ട് ഇടുക. അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ മിനിമം നമുക്ക് ഈ ചെറിയ മിസ്സിങ് ഇഷ്യൂ ഉണ്ടെങ്കിലും അത്യാവശ്യം ഓടിച്ചുകൊണ്ട് നടക്കാം. എന്താ നിലവിൽ E20 കാർബറേറ്റർ കൊണ്ട് ഒരു പ്രശ്നമില്ല. ഈ ഒത്തിരി പെട്രോൾ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കാർബറേറ്റർ മിസ്സിങ് വരുന്നത്. ഈ കാർബറേറ്റർ മെയിനിൽ തന്നെ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വണ്ടി ഓഫായി കഴിയുമ്പോഴത്തേനും നേരെ ഈ പെട്രോൾ ഇറങ്ങി വന്ന കാർബറേറ്ററിൽ അടിഞ്ഞു കൂടിയിട്ട് അവിടെ കരടും കാര്യങ്ങളും വന്നു കഴിഞ്ഞിട്ട് എയർ ഫ്ലോ ബ്ലോക്കായിട്ട് ഫുൾ മിസ്സിങ് കാര്യങ്ങളാണ് നിലവിൽ എല്ലാ ബുള്ളറ്റിനും. ഇപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി തപ്പായി കഴിഞ്ഞാൽ മെയിൻ വിഷയം ഇത് തന്നെയാണ്. കാർബറേറ്റർ ഇഷ്യൂ ഉള്ള വണ്ടി നിങ്ങൾ എന്തായാലും നോക്കി എടുക്കുകയുള്ളൂ. കാർബറേറ്റർ ക്ലീൻ ആണോ, എയർ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുക. എഞ്ചിൻ സൈഡ് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യണം നല്ലോണം. വണ്ടി ഓടിച്ചിട്ട് വണ്ടിയുടെ എഞ്ചിൻ സൗണ്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് എഞ്ചിൻ സൗണ്ടിൽ എന്തെങ്കിലും പ്രത്യേകത, എന്തെങ്കിലും വേറെ സൗണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടി എടുക്കാതിരിക്കുക. ടയർ ഭാഗം കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് കണ്ടീഷനിലാണ് വണ്ടി ഇരിക്കുന്നത്. ഇതിൽ നിലവിൽ ടയർ കണ്ടീഷനൊക്കെ നോക്കണം. അത്യാവശ്യം ഫ്രണ്ട് ടയർ ടോളിൻസിൻ്റെ ടയറാണ് കിടക്കുന്നത്. നിലവിൽ കുറച്ച് ഓടിയ ടയറാണ്, പുതിയ ടയറല്ല കിടക്കുന്നത്. കുറച്ച് ഓട്ടം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ഓടിക്കോളും. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ CNൻ്റെ ഏറ്റവും പുതിയ ടയർ ഇട്ടേക്കുന്നത്. ഏകദേശം 2,300 സംതിങ്ങോളം ആയിട്ടുണ്ട് ബാക്ക് ടയർ മാറിയപ്പം. വേറെ ഇഷ്യൂവും കാര്യമൊന്നും നിലവിലില്ല. അലൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കിടക്കുന്ന വണ്ടിയാണ്. പിന്നെ ഈ നോർമൽ ഇൻഡിക്കേറ്റർ, സത്യം പറയുകയാണെങ്കിൽ ബുള്ളറ്റിന് ഈ ഇൻഡിക്കേറ്റർ ഈ ബ്രേക്ക് ലൈറ്റും ചിലവരുണ്ട് ക്ലാസിക്കിൻ്റെ 350യുടെ ഈ സെറ്റോടെ മൊത്തം മാറ്റി വെക്കുന്നവർ. പക്ഷേ അത് ഈ സ്റ്റാൻഡേർഡിന് ഒരു ലുക്കില്ല. ലുക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ബ്രേക്ക് ലൈറ്റും ഈ ഇൻഡിക്കേറ്ററും വരുന്നതാണ് ഏറ്റവും ലുക്ക്. മറ്റേ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും വരുന്ന ക്ലാസിക്കിനെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കാണാൻ തന്നെ ഒരു ലുക്കില്ലാതായി പോകും. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ വണ്ടി അത്യാവശ്യം നീറ്റായിട്ട്, ഇപ്പോൾ വണ്ടി നമ്മൾ നൈറ്റൊക്കെ ഓടി വന്ന് നിർത്താൻ നേരത്ത് ഫുള്ള് നനഞ്ഞ് കിടക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് വണ്ടി ഇടുക. കാരണം ഫുള്ള് മെറ്റലായിട്ട് എന്തായാലും തുരുമ്പെടുക്കും വേഗം. നമ്മൾ എത്രത്തോളം വണ്ടി ക്ലീനാക്കി ഉപയോഗിക്കുന്നു അത്രത്തോളം വണ്ടി കിലോമീറ്റർ കുറേ ഓടും.
പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ E20 വിഷയം കൊണ്ടാണ്ട് മെയിനായിട്ട് പെട്രോൾ. ഇപ്പോൾ നിലവിൽ പെട്രോൾ ഓഫാണ്. പെട്രോൾ ഓഫാക്കിയിട്ട് വണ്ടി നിർത്താൻ നേരത്ത് പെട്രോൾ ഓഫാക്കിയിട്ട് മാത്രം വണ്ടി നിർത്തിയിടുക. മെയിനായിട്ടാൽ വണ്ടി ഓടാൻ നേരത്ത് മാത്രം മെയിൻ ഓണാക്കി വണ്ടി സ്റ്റാർട്ടാക്കി പോവുക. ബുള്ളറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 120, 140 ഇടയിൽ നിൽക്കി. ABS ഡിസ്ക് വരുന്ന വേരിയൻറ്റ് 2019 വണ്ടിയൊക്കെ അതിപ്പം വില മാറിക്കൊണ്ടിരിക്കും. കിലോമീറ്ററും ഓണർഷിപ്പും വെച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ 23,000 കിലോമീറ്റർ, ഏകദേശം 135 ആയിട്ടുണ്ട് വണ്ടി എടുത്തപ്പം. വണ്ടി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടുപുഴ റോക്സെൽ ഗ്യാരേജ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് വണ്ടി എടുത്തേക്കുന്നത്. അവർ അത്യാവശ്യം നൈസ് ഡീലിംഗ് ആയിരുന്നു റോക്സെൽ ഗ്യാരേജ്. ഓൾറെഡി കഴിഞ്ഞ മാസം ഒരു ബുള്ളറ്റ് 350 സ്റ്റാൻഡേർഡ് എടുത്തായിരുന്നു. പക്ഷേ അത് ABS ഡിസ്ക് വരുന്ന വേരിയൻ്റ് അല്ല. ഇത് രണ്ടാമത് അവിടെ പോയി എടുത്ത വണ്ടിയാണ്. ജസ്റ്റ് ഈ വണ്ടി ഒന്ന് ഞാൻ സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. കിക്കർ അടിക്കുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഒറ്റയടി ജസ്റ്റ് ഒന്ന് ഇരുത്തി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. വൈബ്രേഷൻ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൈബ്രേഷൻ ഉണ്ട്. ഒരു 80-70 ഒക്കെ ഓടിക്കുവാണെങ്കിൽ. പക്ഷേ ഞാൻ മാക്സിമം പറയുവാണെങ്കിൽ ഒരു 60-40 kp ഓടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ നമുക്ക് വണ്ടി കൊണ്ടു നടക്കാൻ പറ്റും. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ തന്നെ എനിക്ക് ഒരു 40-45 ഇടയിൽ കിട്ടുന്നുണ്ട് മൈലേജ്. നമ്മൾ പലരും ഓടിക്കുന്ന പോലെ ഇരിക്കും വണ്ടിയുടെ മൈലേജും കാര്യങ്ങളും എന്തോരം കിട്ടുമെന്നുള്ളത്. അത് വണ്ടിയുടെ സ്പീഡും ബ്രേക്കിങ്, നോർമൽ ഗിയർ നമ്മൾ മാറുന്ന മോഡും എല്ലാം ചെക്ക് ചെയ്ത പോലെ ഇരിക്കും വണ്ടിയുടെ മൈലേജും കാര്യങ്ങളും. കമ്പനി എക്സ്ക്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്ന തന്നെ വലിയ ഒച്ചയും ബഹളമൊന്നുമില്ല. മാക്സിമം ഒരു നോർമൽ സ്പീഡിൽ തന്നെ കീപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്ക് കിട്ടുന്നതാണ്. ഒരു 35+ എന്തായാലും പ്രതീക്ഷിക്കാം. 35-40+ എന്തായാലും പ്രതീക്ഷിക്കാം. വണ്ടിയുടെ ഓയിൽ സൈഡും എല്ലാം പ്രോപ്പർ ആണെങ്കിൽ ഒരു 35-40+ എന്തായാലും കിട്ടും വണ്ടിക്ക്. അപ്പം നിങ്ങൾ ബുള്ളറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, യൂസർ എക്സ്പീരിയൻസോ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുക. വണ്ടിയുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. മെയിനായിട്ട് നോക്കുവാണെങ്കിൽ ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ ബോക്സാണ്. ഇതൊന്ന് ഊരി ചെക്ക് ചെയ്തിട്ട് എയർ ഫിൽറ്റർ പുതിയതാണോ, പൊടിയുണ്ടോ, ഡസ്റ്റും കാര്യങ്ങളുണ്ടോ, എയർ ഫിൽറ്ററിന് വിഷയമുണ്ടോ, വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം മിസ്സിംഗ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എയർ ഫിൽറ്റർ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ വണ്ടിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. കാരണം ഇതൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. കാരണം ആദ്യമായിട്ട് വീഡിയോ എടുക്കുകയാണ്. ബുള്ളറ്റിൻ്റെ കാറിൻ്റെ വീഡിയോ മാത്രമേ നിലവിലൊരു 4 പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണ് ബുള്ളറ്റിൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ വണ്ടീനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാര്യം ചോദിക്കേണ്ടതാണ്. കമൻറ്റ് ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്താം. നമ്മളെന്തായാലും ഉടനെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.